Welcome to QA Focus Plus 2 Chemistry First Chapter Solution ആത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ റോൾസ് ലോയിൽ നിന്ന് വരുന്ന ഡീവിയേഷൻ അത് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ഏതൊക്കെയാണ് അതിൻ്റെ ഗ്രാഫുകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ സൊല്യൂഷനിൽ തന്നെയുള്ള നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ് എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതിൻ്റെ നേച്ചർ എന്താണെന്നോ അതിൻ്റെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൽ എത്രത്തോളം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് എന്തെന്ന് പറയുന്നത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദി പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് നോട്ട് ഓൺ ദെയർ ക്യാരക്ടേഴ്സ്. അതിൻ്റെ ക്യാരക്ടേഴ്സിനെ ഒന്നും തന്നെ അല്ലെങ്കിൽ നേച്ചറിനെ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അതിനകത്ത് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള പ്രോപ്പർട്ടിക്കാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതിയേക്കാം. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ദീസ് ആർ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ നമ്പർ ഓഫ് solute particles and not on their nature. നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. 4 എണ്ണമാണ്. ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. സെക്കൻഡ് വൺ, elevation in boiling point. Third one, depression of freezing point. And the fourth one is osmotic pressure. ഇത് 4 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമുക്ക് സാധാരണ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അതിൻ്റെ ഇക്വേഷൻസും പഠിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതായത് ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറയും. അതിനെയാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. വേപ്പർ പ്രഷർ കുറയുന്നു. അതായത് ഒരു സോൾവെൻ്റ് എടുത്തു, ആ സോൾവെൻറ്റിലേക്ക് സോൾവെൻറ്റ് എടുത്തിട്ടുണ്ട്, പ്യുവർ സോൾവെൻറ്റ്. അതിലേക്ക് നമ്മൾ
നോൺ വോളട്ടൈൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ആഡ് ചെയ്യുന്നു. നോൺ വോളട്ടൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിയുമ്പം ഈ റിസൾട്ടിങ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ, അതായത് ഇതും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുമല്ലോ, അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഈ സോൾവെന്റിന്റെ, പ്യുവർ ആയിട്ടുള്ള സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പം ഒരു സോൾവെന്റിലേക്ക് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ വേപ്പർ പ്രഷർ കുറയുന്നു. അതിനെയാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് പോയിന്റ് ആയിട്ട് നമുക്കൊന്ന് എഴുതിയേക്കാം. വെൻ നോൺ വോളട്ടൈൽ solute added to solvent the vapor pressure of the solvent decreases. വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു വരും. ഇനി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താ സംഭവം? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് decrease in vapor pressure to vapor pressure of പ്യുവർ സോൾവെന്റ്. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഓക്കെ, നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആവും. അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡിക്രീസ് in vapor pressure by vapor pressure of pure solvent. എപ്പോഴാണ്? when non volatile solute added to solvent. നോൺ വോളട്ടൈൽ സൊല്യൂട്ട് സോൾവെന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പം അവിടെ വരുന്ന ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ ടു വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റിന്റെ റേഷ്യോയ്ക്കാണ് എന്ത് പറയുന്നത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പം ക്ലിയർ ആയോ? അതാണ് നമ്മളിവിടെ സെന്റൻസ് ആയിട്ട് എഴുതിയത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ഡിക്രീസ് ഇൻ ദി വേപ്പർ പ്രഷർ ടു ദി വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ്. ഇതിനിങ്ങനെ പഠിക്കാൻ പാടാണെങ്കിൽ എളുപ്പത്തിന് ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ ബൈ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ് ഓർ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു P0A minus PA by P0A ആണ്. This is the decrease in vapor pressure by original vapor pressure. അല്ലെങ്കിൽ നമുക്കിതിനെ ഡെൽറ്റ പി എ ബൈ P0A എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? മോൾ ഫ്രാക്ഷൻ ഓഫ് ദി
സൊല്യൂട്ട് പാർട്ടിക്കിൾ psi bക്ക് ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് ഈക്വൽ ടു psi b, ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് പാർട്ടിക്കിൾ. Mole fraction of the solute particle psi b is equal to Wb by Mb into Wa, ന്യൂമറേറ്ററിൽ ഒരു 1000 കൂടി. നമ്മൾ ആ കോൺസെൻട്രേഷൻ ടേം പറയുന്നതിനകത്ത് നമ്മളിത് പറയുന്നുണ്ട്. നേരത്തെ ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ ടേംസ് ഒക്കെ പറയുമ്പോഴത്തേക്കും മോൾ ഫ്രാക്ഷനൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനകത്ത് ഇതിന് പകരം നമുക്ക് ഇതെടുത്ത് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? പി എ ബൈ P0A ഈക്വൽ ടു P0A മൈനസ് പി എ ബൈ P0A ഈക്വൽ ടു കൈ ബി ആണ്. അതും ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? WB ബൈ MB ഇൻറ്റു WA ഇൻറ്റു 1000. ഇത് ഗ്രാമിലാണ്. ഇതെന്ന് പറയുന്നത് മാസ് ഓഫ് ദ സൊല്യൂട്ട്, ഇതെന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു മാസ് ഓഫ് ദ സോൾവെൻറ്റ്. ഇവിടെ 1000 ഇട്ടിരിക്കുന്നത് ഇത് ഗ്രാമിലായതുകൊണ്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഈ ഇക്വേഷനകത്ത് നിന്ന്. ഓക്കെ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ. അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ അതും കൂടി എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, അതിൻ്റെ നേച്ചറിനൊന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. നെക്സ്റ്റ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. നെക്സ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഡെൽറ്റ ടി ബി, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഇവിടെയും ഒരു സോൾവെന്റിലേക്ക്, പ്യുവർ സോൾവെന്റിലേക്ക് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ, നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം ആ റിസൾട്ടിങ് സൊല്യൂഷൻ്റെ, ഈ സൊല്യൂട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. സോൾവെന്റിലേക്ക് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് ഈ സോൾവെന്റിൻ്റെ ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും. When non-volatile solute added to pure solvent, the boiling point of the resulting solution is boiling point of the resulting solution is greater than the pure solvent. ആ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ബോയിലിംഗ് സോൾവെന്റ് നേരത്തെ എത്ര ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരുന്നോ അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും ആ സൊല്യൂഷനിൽ, ആ സോൾവെന്റിനകത്തേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ്. ഇവിടെ ആ ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി എന്ന് കൊടുക്കാം, പ്രൊപ്പോർഷണൽ ടു
molality. It is proportional to molality. അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി എം എന്ന് എഴുതാം. കെ ബി ഇൻറ്റു മൊളാലിറ്റി എം എന്ന് എഴുതാം. ഇനി ഈക്വൽ ടു കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ ഇൻറ്റു 1000 ഇൻറ്റു 1000. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനകത്ത് ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മോൾ ഫ്രാക്ഷൻ ആയിരുന്നു അല്ലേ? മോൾ ഫ്രാക്ഷൻ ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. മോൾ ഫ്രാക്ഷൻ വരുമ്പോഴത്തേക്കും അവിടെ വരുന്ന ഇക്വേഷൻ ഡബ്ല്യു ബി എം എ ആണ്. സോറി, എം എ ബൈ ഡബ്ല്യു ബി ആണ്. 1000 അല്ല, എം എ മോളാർ മാസ് ഓഫ് ദി സോൾവെൻ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഡബ്ല്യു ബൈ എം ബി എം എ ബൈ ഡബ്ല്യു എ ആണ്. എം ബി ബൈ ഡബ്ല്യു എം എ ബൈ ഡബ്ല്യു എ ഡബ്ല്യു ബി ബൈ എം ബി, ഇതാണ് ഇവിടെ വരുന്ന ഇക്വേഷനെ. ചെറിയൊരു കറക്ഷൻ ഉണ്ടെന്ന് നോട്ട് ചെയ്തേക്കണേ. ഇത് പ്രോബ്ലം ചെയ്യാനാണ് സാധാരണ നമുക്ക് ഇക്വേഷൻ നമുക്കിവിടെ വേണ്ടി വരുന്നത്. ഓക്കെ, ഇവിടെ കെ ബി പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് എന്നാണ്. കെ ബി ഇസ് ദി ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്. ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. ജസ്റ്റ് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇക്വേഷൻ എഴുതിയത്. നേരത്തെ വീഡിയോയ്ക്കകത്ത് കോൺസെൻട്രേഷൻ ടേംസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കെ ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ ഇൻറ്റു 1000. ഇത് ഗ്രാമിലായിരിക്കും. നെക്സ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. തേർഡ് വൺ ഈസ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോൾവെന്റിലേക്ക് നോൺ വോൾട്ടേജ് സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടിങ് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയും. അതായത് സോൾവെന്റിലേക്ക് നോൺ വോളട്ടൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം ആ റിസൾട്ടിങ് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയും. അപ്പം വെൻ നോൺ വോളട്ടൈൽ solute added to pure solvent, the freezing point of resulting solution is less than that of pure solvent. Pure solvent in the
ഫ്രീസിംഗ് പോയിന്റിനെക്കാട്ടിലും കുറവായിരിക്കും, ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ഡെൽറ്റ ടി എഫ് ആണ്. ഇതും പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ആണ്. മൊളാലിറ്റി or delta TB equal to KF into M എന്ന് എഴുതാം. KF into M, or that equal to KF into M is WB by B into WA. ഗ്രാമിലാണെങ്കിൽ ഇവിടെ ഇൻറ്റു 1000. ഇത് നേരത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ലേ. ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞു പോകുമ്പോഴത്തേക്കും വീഡിയോ പിന്നെ ലെന്തി ആവും, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് പ്രോബ്ലം ചെയ്യാനുള്ള സ്റ്റെപ്സും കൂടി എഴുതി അങ്ങ് പോകുന്നതേ ഉള്ളേ. ഓക്കെ, ഇവിടെ KF ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ constant. Freezing point, depression constant. ക്ലിയർ ആയോ? ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ ഓസ്മോട്ടിക് പ്രഷർ എന്താന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഓസ്മോസിസ് എന്താന്ന് അറിഞ്ഞിരിക്കണം. അതായത് സോൾവെന്റ് മോളിക്യൂൾസ്, സോൾവെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനുമായിട്ട്, സെമി പെർമിയബിൾ സർഫസുമായിട്ട് ഒരു സൊല്യൂഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് സൊല്യൂഷനാണ്, ഇത് സോൾവെന്റ് ആണ്. ഇതെന്ന് പറയുന്നത് ലോ കോൺസെൻട്രേഷനാണ്, ഇത് ഹൈ കോൺസെൻട്രേഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി സോൾവെന്റ് പാർട്ടിക്കിൾസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് സോൾവെന്റ് ഫ്രം സോൾവെന്റ് പാർട്ടിക്കിൾസ് ടു സൊല്യൂഷൻസ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ സൊല്യൂഷൻ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഫ്ലോ ഓഫ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് സോൾവെന്റ് ടു സൊല്യൂഷൻ. എങ്ങനെയാണ്? ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി സോൾവെന്റ് സൊല്യൂഷൻ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഈ ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ സോൾവെന്റിന്റെ സൈഡിൽ, സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ, എക്സസ് പ്രഷർ applied on solution side to prevent osmosis. ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു CRT.
ഇവിടെ സി എന്ന് പറയുന്നത് മൊളാരിറ്റിയാണ്. സി ഈസ് മൊളാരിറ്റി. സി ഈസ് ഈക്വൽ ടു WB/MB into V, volume of the solvent in milliliter into 1000 into ഇവിടെ ആരുണ്ട്, RT ഉണ്ട്, ഇൻറ്റു RT ഉണ്ട്. ഇത് മൊളാരിറ്റിയാണ്. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചറാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മെയിനായിട്ട് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. നാലും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ്. അപ്പോൾ 4 പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.